ഹല്ലേലൂയ. ഇനി അടുത്തത് പ്രവാചകന്റെ അടുത്ത് ചെന്നു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, മകളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? അടുത്ത ചോദ്യം ഇതാ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇപ്പൊ നിങ്ങളെ കൺവെൻഷന് വന്ന് ഇവിടെ വന്നിരിക്കുമ്പോ ഈ സായാഹ്നത്തിൽ ദൈവം നിങ്ങളോട് ചോദിക്കുന്ന 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ദൈവം റെഡിയാന്ന്. ദൈവം ചോദിക്കാൻ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, നിന്റെ കയ്യില് എന്തുണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കണം കേട്ടോ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അപ്പൊ അവക്കടെ കയ്യിൽ എന്താ ഉള്ളേന്ന് പറയുക. അവക്കടെ കയ്യിൽ എന്താ ഉള്ളേന്ന് അറിയാമോ? അവള് പറഞ്ഞു, അല്ലയോ ദൈവപുരുഷ, എന്റെ വീട്ടിൽ ഒരു പാത്രത്തിൽ അല്പം എണ്ണയുണ്ട്. എന്താ ഉള്ളത്? അല്പം എണ്ണയുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇത് കടവും കടത്തിന്റെ കൂടുമായിട്ടാണ് പെണ്ണ് വന്നേക്കണത്. കെട്ടിയോ മേടിച്ചേക്കണ വീട്ടിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തുണ്ടെന്ന് ചോദിക്കണത്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത്, ഒരു പാത്രം എണ്ണയും കൊണ്ട് എങ്ങനെയാ കെട്ടിയോ മേടിച്ച കടം തീർക്കണല്ലേ? നമ്മളാണ് ഈ പറഞ്ഞേനെ, ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. അവള് പറഞ്ഞു, ഒരു പാത്രം എണ്ണയുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കാലിയായ പാത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരിക. പ്രവാചകൻ പറഞ്ഞു കേട്ടപ്പോ, ഇപ്പൊ നമ്മളാണെങ്കിൽ നമുക്കൊരു വിഷമമായിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട്, അച്ഛാ അതെ ഇന്നതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുമ്പോ, നീ ഒരു കാര്യം ചെയ്യുക, നീ പോയിട്ട് ഇന്നത് ചെയ്യുന്ന. അച്ഛനിൽ നിന്ന് വേറെ വല്ലതും കേൾക്കാനായിട്ടാ വന്ന് അന്നേരം അച്ഛനീ നിസാരമായ ഒരു കാര്യം പറഞ്ഞു. നമുക്കത് ദഹിക്കില്ല അല്ലേ? നമുക്കത് ദഹിക്കില്ല. പണ്ടിവിടെ നമ്മുടെ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിക്കാർ, അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ധ്യാനം കൂടാൻ വന്നു. അവർ കുറേ ദൂരെ നിന്നാണ് വന്നേക്കണത്, കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ വന്നേക്കണേ. അവർ വന്നേക്കണതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ബിസിനസ് ചെയ്ത് ഇവർ 8 നിലയിൽ പൊട്ടി നിൽക്കുക. ഇനി ആ ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പം ഇനി രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണില്ല. അപ്പം അവരുടെ ആഗ്രഹം വന്നൊരു ധ്യാനമൊക്കെ കൂടാം. എന്നിട്ട് ഇവിടെ ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ഛൻ, അച്ഛനെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാം, ഇതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് വന്നേക്കണേ. അവർ ധ്യാനത്തിന് വന്നു. അങ്ങനെ നല്ല തിരക്കുള്ള ആ സമയത്തൊക്കെ പനക്കലച്ചനൊക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ട്, അത്ര തിരക്കിന് നടുവിൽ. അങ്ങനെ പനക്കലച്ചനെ ഇവരൊന്ന് കണ്ടപ്പോൾ അടുത്ത് എന്നിട്ട്, അച്ഛാ ഞങ്ങൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് പൊട്ടിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അച്ഛന് ഇത്തിരി സമയം എടുത്തോളൂ. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് അപ്പം തന്നെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇതെനിക്ക് പനക്കലച്ചൻ പറഞ്ഞ അറിവൊന്നും എനിക്കില്ല കേട്ടോ, പക്ഷെ ആ ടെക്സ്റ്റൈൽസുകാർ സാക്ഷ്യം പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പനക്കലച്ചൻ അത് ചെയ്തോളാൻ പറഞ്ഞിട്ട് അച്ഛൻ പോയി. ഇവർക്ക് ആകെ വിഷമായി. എന്തോന്ന് അവർ കരുതിയത്, ഇവിടെ അച്ഛന് കസേര, ഇപ്പം അച്ഛന് ഇഷ്ടം പോലെ സമയമൊക്കെ ആളുകളെ അന്നും കാണുന്നുണ്ടായിരിക്കട്ടോ, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ 10,000-15,000 ധ്യാനത്തിന് തിരക്കൂടുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും തിരക്കായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. ഞാൻ അന്ന് ഡിവൈൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഏതായാലും അച്ഛനത് പറഞ്ഞിട്ട് പോയി. ഇവർക്ക് ആകെ വിഷമായി. ഇവർ കരുതിയത് അച്ഛൻ ഇവരെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇവരോട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനി ഇവർ പുതിയത് തുടങ്ങണേ, പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പുതിയതായിട്ട് തുടങ്ങണേ എന്താണെന്നതിനെക്കുറിച്ച് വിശദമായിട്ട് എല്ലാം പറഞ്ഞ് വിടുമെന്ന് കരുതി വന്ന്. അപ്പോഴാണ് ചെയ്തോളാൻ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോയത്. ഇവർക്ക് ആകെ വിഷമായി. ഇവർ ഇവിടെ പുറത്ത് മുറ്റത്ത് നിൽക്കുക. അങ്ങനെ ഇവർ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജെയിംസ് കുട്ടി ബ്രദർ അല്ലേ, ജെയിംസ് കുട്ടി ചമ്പക്കുളം, ആ ബ്രദർ അവിടെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ ഇറങ്ങി വരിക. ആ വന്ന സമയത്ത് ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ബ്രദർ ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ 8 നിലയിൽ പൊട്ടി വന്ന് നിൽക്കുവാണ്. അപ്പോഴാണ് ഞങ്ങൾ അച്ഛനെ കണ്ടത്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചെയ്തോളാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞു, പനക്കലച്ചനല്ലേ പറഞ്ഞത് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ അവർ കരുതി ഇനി വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് കരുതിയില്ല. പനക്കലച്ചനെ പറഞ്ഞെങ്കിൽ പോയി ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 8 നിലയിൽ പൊട്ടി ബിസിനസ് ഉപേക്ഷിച്ചിട്ട് പുതിയ പരിപാടി അന്വേഷിച്ച് ഇവിടെ വന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യാനായിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് പോയി. അവർ അത് തന്നെ, ഈ നശിച്ച സാധനം തന്നെ പിന്നെയും പൊടി തട്ടി എടുത്തിട്ട് ചെയ്യാൻ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവർ വലിയ ടെക്സ്റ്റൈൽസ് കമ്പനിയായിട്ട് കോടികളുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. ടി വിയിലൊക്കെ പരസ്യമൊക്കെ വരുന്ന കമ്പനിയാ. ഹല്ലേലൂയ.
അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിതൊരു ഉദാഹരണമായിട്ട് ഞാനിവിടെ ഈ ജെയിംസ് കുട്ടി ബ്രദറൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുള്ള അനുഭവം എൻ്റെ തലയിൽ കിടക്കണുള്ളൂ. എനിക്കിതിൻ്റെ ബാക്കിയുള്ള ആ കമ്പനിക്കാരെ എനിക്കറിയുന്നു മാത്രം. ബാക്കിയുള്ളത് ഞാനൊരു സാക്ഷി നേരിട്ട് കേട്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പാവപ്പെട്ട വിധവയായ ഒരു അമ്മ അവളുടെ ജീവിതത്തിൻ്റെ ഒരു സങ്കടവുമായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ആദ്യം വന്നത്. പ്രവാചകൻ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. ആകെ വീട്ടിൽ ഒരു പാത്രം എണ്ണയുണ്ട്, എന്നാ നീ പോയിട്ട് കാലിയായ പാത്രങ്ങളെല്ലാം മേടിക്കാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്ക് ഞാൻ എൻ്റെ കഷ്ടപ്പാടും ദുരിതമായിട്ട് വന്നപ്പോൾ ഈ ഒരു പാത്രം എണ്ണയിൽ വെച്ച് എന്തോ പരിപാടി ചെയ്യാൻ പോവുക. പരാതികൾ പറയാം. ഇല്ല, അവക്കൊരുറപ്പുണ്ട്. വന്നത് ആരുടെ അടുത്താണ്? പ്രവാചകന്റെ അടുത്താണ്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോണ ഉറപ്പും ഇതാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഉത്തരം അന്വേഷിച്ച് വരും. ദൈവം തരുന്ന ഉത്തരമൊക്കെ സിമ്പിൾ ഉത്തരമായിരിക്കും. പക്ഷെ ആ സിമ്പിൾ ഉത്തരവൊന്നും നമുക്ക് തലയ്ക്ക് പിടിക്കില്ല. വലിയ ഉത്തരമാണ് നമ്മൾ ചെയ്തേനെ, പക്ഷെ സിമ്പിൾ ഉത്തരങ്ങളൊന്നും തന്നെ നമുക്ക് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ.